ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ടൗണിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് സൂര്യനെ പിക്ക് ചെയ്യണ്ടായിരുന്നു, അങ്ങനെ അവളെ പിക്ക് ചെയ്തു. അപ്പം ഞങ്ങൾ ഇന്ന് ടൗണിൽ ജസ്റ്റ് കറങ്ങാനൊക്കെ ആയിട്ട് പോവാണ്. ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് ഷോപ്പിങ്ങിനാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ശോഭികയിലോട്ടാണ്. അപ്പം ഈ ശോഭികയിലോട്ട് പോകുന്ന വഴിക്ക് നമ്മളൊരു ഹോസ്പിറ്റൽ കണ്ടു. ഈ ഒരു ഹോസ്പിറ്റലിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഞാൻ ജനിച്ചത്. ഞാൻ മാത്രമല്ല, എൻ്റെ അനിയനും എൻ്റെ കസിൻസായ സൂര്യയും സരികയും എൻ്റെ ചേച്ചിമാരാണ്. അപ്പം ഞങ്ങൾ 4 പേരും ജനിച്ചത് ഈ ഒരു ഹോസ്പിറ്റലാണ്. ഇത് നമ്മുടെ സ്വന്തം മെഡിക്കൽ കോളേജാണ്. അങ്ങനെ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ശ്രീ ഇങ്ങനെ ഓരോരോ കാര്യം പറയുന്നുണ്ട്. ബിക്കോസ് ഞങ്ങൾ ജനിച്ച സമയത്ത് ഉണ്ടായ ഓരോ ഇൻസിഡൻസ്. അങ്ങനെ നമ്മൾ ശോഭികയിലെത്തി. ഇതാണ് കേട്ടോ ശോഭിക, കാണാത്തവരൊക്കെ കണ്ടോളി. അപ്പോൾ ഇനി നമ്മൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം. അങ്ങനെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ലിഫ്റ്റ് കയറാണ്ട് നിൽക്കുകയാണ്. പക്ഷെ തുറക്കുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ സ്റ്റെപ്പ് കയറി അങ്ങ് പോയി. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സെക്ഷൻ ആട്ടോ ഇത്. അതിനുശേഷം എൻ്റെ അനിയൻ്റെ നാട് വിട്ട് പോകുന്ന ബാഗ് കാണാൻ വേണ്ടി വന്നു. പിന്നെ കുറേ ചെരുപ്പുകളൊക്കെ കണ്ടിരുന്നു. പൈസ ഇല്ല, സോ ഒന്നും വാങ്ങിയതുമില്ല. ലാസ്റ്റ് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു. അതിനുശേഷം എൻ്റെ കണ്ണ് പോയത് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്മലുകളിലേക്കാണ്. ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചതിന് ശേഷം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സെക്ഷനിലോട്ടാട്ടോ വന്ന്. ഇതെന്തായി തപ്പുന്നതെന്നല്ലേ നോക്കുന്നത്, വേറൊന്നുമല്ല. മിഠായി വാങ്ങാനുള്ള ക്യാഷ് ഞാൻ എവിടെ വെച്ചത് എനിക്ക് തന്നെ ഓർമ്മയില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് മിഠായിയൊക്കെ മേടിച്ച് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മുകളിലോട്ട് വന്നേക്കുവാണ്. അങ്ങനെ കുറേ നേരത്തെ ഒരു മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പരതലിന് ശേഷം ഞങ്ങൾ ഡ്രസ്സ് കരസ്ഥമാക്കി. അതിൻ്റെ ഒരു ഷോ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ ആ ഷോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി പോകുന്നത് കാറിലോട്ടാണ്. ഇനി നമ്മൾ കാർ എടുത്തിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണ് ഗൈസ്. എങ്ങോട്ടാന്ന് വെച്ചാൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലോട്ട്. ഇവിടെ എന്താ കാര്യം, ഇവിടെ ശ്രീനെ കാണിക്കാൻ വേണ്ടി പോവാണ്. ഭ്രാന്തിനൊന്നുമല്ല, ഡയറ്റീഷ്യനെ കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പം ഓടുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പം അകത്ത് കയറി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും കാത്തിരിപ്പ് തന്നെയായിരുന്നു. ലാസ്റ്റ് ലിഫ്റ്റ് തുറന്ന് കിട്ടി. ഞങ്ങൾ അകത്തും കയറി. എൻ്റെ അനിയനത് ആരോ നോക്കുന്നു, ആരെയാ അത്? അങ്ങനെ നമ്മൾ ഡയറ്റീഷ്യൻ്റെ റൂമിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ അനിയൻ ഡാൻസ് കളിക്കുന്നു. ഈ ചെക്കൻ എന്തിൻ്റെ കേടാ? ഹോസ്പിറ്റലാണുള്ളൊരു ബോധമുണ്ട് ഇവന്. അപ്പം ഞങ്ങൾ അവൻ്റെ ഡാൻസൊക്കെ കണ്ടിരുന്നു അവിടെ. ഞങ്ങളിവിടെ 1 മണിക്കൂറായി ഇരിക്കുന്നത്, നന്നായിട്ട് വിശക്കുന്നുമുണ്ട്. അങ്ങനെ ലാസ്റ്റ് സഹി കെട്ടി ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഹോസ്പിറ്റലിൽ എടുത്തതിനുള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പം ഇവിടെ നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ കണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിശപ്പ് കൊണ്ടും ഒരു ആർത്തി കൊണ്ടും അത് ഫുൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ശ്രീ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ 4 പേരും അവിടെ തന്നെ ഇരുന്നു. അവിടെ പുറത്ത് കുറച്ച് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ ഇരുന്നു. അപ്പോൾ അതായി ചെക്കന് ലൈം വേണം പോലും. ഒരു കുട്ടി ലൈം കുടിക്കുന്ന കണ്ടിട്ട് ഇവന് പറഞ്ഞു ഇവനും ലൈം വേണം. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി വന്നേക്കുവാണ്. അങ്ങനെ അതാ സക്സസ്ഫുള്ളി ലൈം കയ്യിൽ കിട്ടി. ഇനിയിപ്പോൾ അത് വെച്ചിട്ടാണ് ഇനി അടുത്ത ഷോ. ആദ്യം ഇവനൊന്ന് കുടിച്ച് കഴിയണം. അങ്ങനെ ഇവൻ കുടിച്ച് കഴിഞ്ഞാൽ കുറേ ഷോവും കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ വെച്ച് എടുത്ത്, അങ്ങനെയാണല്ലോ നമ്മളെ കയ്യിൽ എന്ത് കിട്ടിയാലും നമ്മൾ വെച്ച് ഷോ ഇറക്കും. അതിനുശേഷം എൻ്റെ കുറച്ച് ഷോ ആണ്. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്തതാണ്, പക്ഷേ ഇവിടെ വീഡിയോ ആണ് എടുത്തത്. അതിനുശേഷം ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്നു. അപ്പം ശ്രീ ഇനിയും ഇറങ്ങാൻ കുറേ സമയം എടുക്കുന്ന പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ ഗോകുലമാളിലേക്ക് പോയി. ഫസ്റ്റ് തന്നെ കിഡ് സെക്ഷനിൽ പോയി. ഇതാ ഹരി ഇവിടെ ബൈക്കൊക്കെ വെച്ച് കളിക്കുന്നുണ്ട്, പൊട്ടിക്കാതിരുന്നാൽ മതിയായിരുന്നു. നമുക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഇയറിങ്സും കാര്യമൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഞാൻ 2-3 ട്രൈ ചെയ്ത് നോക്കി. പൈസ ഇല്ലാത്തതുകൊണ്ട് അതേപോലെ തന്നെ അവിടെ ഊരി വെക്കുകയും ചെയ്തു. ഇനി നമ്മൾ പോകുന്ന കിഡ് സെക്ഷനിലോട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ ഒരു സ്ഥലമാണ് ഈ കിഡ് സെക്ഷൻ. നല്ല രസമാണ് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ അതാ ആശാൻ ഇവിടുന്ന് കാറും അതും ഇതൊക്കെ എടുത്ത് ഓട്ടുന്നുണ്ട് കൂടെ. ഞങ്ങൾ കുറച്ച് നേരം ശ്രീ വിളിച്ചിട്ടുണ്ടായിരുന്നു, പോകാനുള്ള ടൈമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ താഴോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.